പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഖണ്ഡിച്ച് കുഫോസിന്റെ ശാസ്ത്രീയ പഠന റിപ്പോർട്ട് പുറത്ത്. ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയും ചേർന്ന് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് കുരുതിക്ക് കാരണമായത് എന്നാണ് കുഫോസിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. പെരിയാർ മലിനീകരണത്തെപ്പറ്റി വിശദമായ തുടർ പഠനം ആവശ്യമാണ്. മാലിന്യം പുറന്തള്ളുന്ന ആളുകളിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. പെരിയാറിന്റെ തീരത്ത് നിന്നുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഈ പ്രസ്താവന മത്സ്യകർഷകരും എറണാകുളം ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളും തള്ളിക്കളഞ്ഞിരുന്നു. രാസമാലിന്യമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പഠനത്തിന് സർക്കാർ നിയോഗിച്ച കുഫോസിലെ വിദഗ്ധ സമിതി കണ്ടെത്തിയതും പെരിയാറിൽ കലർന്ന രാസമാലിന്യമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ്. പെരിയാർ മലിനീകരണത്തെപ്പറ്റി വിശദമായ തുടർ പഠനം ആവശ്യമാണെന്ന് കുഫോസ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. പെരിയാറിൽ ലോഹസാന്നിധ്യവും വിഷകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. മാലിന്യം പുഴയിലെത്തുന്നതിൽ കർശന നിയന്ത്രണം വേണം. മാലിന്യം ഒഴുക്കുന്നുവെന്ന് ആക്ഷേപമുള്ള കമ്പനികളിൽ നിരീക്ഷണം ശക്തമാക്കണം. പുഴയിൽ തത്സമയ നിരീക്ഷണം വേണമെന്നും കുഫോസ് ശുപാർശ ചെയ്യുന്നു. പുഴയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കിയാകണം ഭാവിയിൽ പുറപ്പള്ളിക്കാവ് പാതാളം ഷട്ടറുകൾ തുറക്കേണ്ടത്. മാലിന്യം പുറന്തള്ളുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഇപ്പോഴുണ്ടായ മത്സ്യക്കുരുതി കണ്ണു തുറപ്പിക്കുന്നതാകണമെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. കഴിഞ്ഞ മാസം 20, 21 തീയതികളിൽ പെരിയാറിൽ ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. കർഷകർക്ക് കോടികളുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തു. രാസവസ്തുക്കളല്ല പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് അന്തിമ റിപ്പോർട്ട് വരും മുൻപ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചത് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് ഒഴിവാക്കാനാണെന്ന് വിമർശനമുയർന്നിരുന്നു. പെരിയാറിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കുഫോസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ശുചീകരിക്കാൻ എന്ത് നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.